വെൽക്കം ടു അനദർ വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോയിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ പുതിയ സിലബസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ്. ഒരുപാട് ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും മാത്രം ഒന്ന് പറയുന്നു. സിലബസ് പഴയ സിലബസ് തന്നെയാണ്, വേറെ ചേഞ്ചസ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. അപ്പം നമ്മുടെ കാറ്റഗറി നമ്പർ 613/2025 ആണ്. പോസ്റ്റ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആണ്. അപ്പം ഫിസിക്സ് ഒരു മെയിൻ സബ്ജക്റ്റ് ആയിട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 100 മാർക്കിൽ നിങ്ങൾക്കിവിടെ ഫസ്റ്റ് കാണാൻ പറ്റുന്നത് പാർട്ട് എ എന്ന് പറഞ്ഞിട്ട് 10 മാർക്കിന് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ് സിസ്റ്റം ആണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ തന്നെ കുറച്ച് സെക്ഷൻസ് ആയിട്ട് ഒരു ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എ, ബി, സി, ഡി 4 സെക്ഷൻസ് ഉണ്ട്. ഈ ഓരോ സെക്ഷൻസിലും ഓരോ സ്പെസിഫിക് ഇലക്ട്രോണിക് മെഷർമെൻറ്റ് സിസ്റ്റത്തിനെ വെച്ചിട്ടാണ്. അതായത് നമുക്കറിയാം ലീഗൽ മെട്രോളജിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സാണ് മെയിനായിട്ടും, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടാണോ നമ്മുടെ ത്രൂ ഔട്ട് കേരള നടക്കുന്ന ഈ യൂസ് ചെയ്യുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് പലതും കറക്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യപ്പെടുന്നത്, കൺസ്യൂമേഴ്സിനെ പറ്റിക്കപ്പെടുന്നില്ലല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ സിലബസിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും. ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റ് ഇതിന് മുന്നേ ഉള്ള എക്സാമിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇതുപോലത്തെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ എയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഡിഫ്ലക്ഷൻ, നൾ ടൈപ്പ്, സ്റ്റാറ്റിക്, ഡൈനാമിക്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ എറേഴ്സ് ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഓക്കെ, പിന്നെ സ്കെയിൽ റേഞ്ച് ആൻഡ് സ്കെയിൽ സ്പാൻ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. ഇപ്പം ഇത്രയും കുറച്ച് സിമ്പിൾ കാര്യങ്ങളാണ്. സെക്ഷൻ ബിയിലോട്ട് വരുമ്പം ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, മൂവിങ് കോയിൽ, മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ്, ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, ഇതൊക്കെ കുറേയൊക്കെ നമ്മൾ +2 ലെവലിലും പഠിക്കുന്നതാണ്. എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് യൂസിങ് മൾട്ടിപ്ലയർ, ഒമ്മീറ്റർ, എനർജി മീറ്റർ, പിന്നെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ, ഇതൊക്കെയാണ്. പിന്നെ സെക്ഷൻ സിയിൽ AC/DC ബ്രിഡ്ജുകൾ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്, ഹേ ബ്രിഡ്ജ്, മാക്സ്വെൽ ബ്രിഡ്ജ്, ഷെറിംഗ് ബ്രിഡ്ജ് ആൻഡ് വെയിൻ ബ്രിഡ്ജ്. പിന്നെ ഡിയിൽ വരുമ്പോൾ കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, അതിൻ്റെ ജനറൽ ബ്ലോക്ക് ഡയഗ്രാം, ലിസാജിയസ് പാറ്റേൺ, ഫ്രീക്വൻസി മെഷർമെൻറ്റ്, ഫേസ് ആംഗിൾ മെഷർമെൻറ്റ്, ഡുവൽ ട്രേസും DSOയും ആണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഇനി അത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഒരുപാടൊന്നുമില്ല, നമുക്ക് കുറച്ചൊന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. 10 മാർക്കിന് ഇത്രയും പഠിച്ചാൽ തന്നെ എളുപ്പമാണ്. ടെക്നിക്കൽ എക്സാംസിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും അത് തന്നെയാണ്, നമുക്ക് കുറേ പഠിച്ചെടുക്കാൻ പറ്റും. അടുത്ത് വരുന്ന 10 മാർക്കിന് IT ആണ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറാണ് ഒരു പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ അതിൻ്റെ ഒരു സബ് ഡിവിഷൻ പറയുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കുറച്ചധികം ഹെക്റ്റിക്കായിട്ട് നിങ്ങൾക്ക് തോന്നാം, ബട്ട് കമ്പാരിറ്റീവ്ലി ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻസ് മുന്നേ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്കൊന്ന് പോകാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ എന്താണ് MS ഓഫീസ്, ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കുറേയൊക്കെ നമുക്ക് അല്ലാതെ തന്നെ ആൻസർ ചെയ്യാനും പറ്റുന്ന റീജിയനാണ്. അടുത്ത് വരുന്ന പാർട്ടാണ് ഫിസിക്സിന് 30 മാർക്സ് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് 10 + 10 ഇപ്പോൾ +30, ഇപ്പോൾ ഇത്ര 50 മാർക്കായി. ഇപ്പം കമ്പ്യൂട്ടറും ഇലക്ട്രോണിക്സും ഫിസിക്സും കൂടെ ആകുമ്പോൾ തന്നെ നമുക്ക് 50 മാർക്കിനുള്ളതായിട്ടുണ്ട്. അപ്പം ഫിസിക്സൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ മെഷർമെൻ്റ് ആണ്. ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ NCERT ബേസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി, +2 ലെവലിനുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സാധാ ഫിസിക്സാണ്. മെക്കാനിക്സിൻ്റെ പോർഷൻസ് ഉണ്ട്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് മൊഡ്യൂൾ 3 പറയുന്നത്. പിന്നെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഒപ്റ്റിക്സ് വരുന്നുണ്ട്. ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC കറണ്ട്, AC. പിന്നെ വീണ്ടും ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ആറ്റംസ്. ഇപ്പോൾ 10 മൊഡ്യൂൾസാണ് 30 മാർക്കിന്. കൈൻഡ് ഓഫ് ഒരു മൊഡ്യൂളിൽ നിന്ന് 3 മാർക്ക് എന്നുള്ള രീതിക്കാണ്. പക്ഷേ ഒരുപാട് നോക്കണ്ട, നമ്മൾ +2 ലെവലിനൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ ഇത് നമുക്ക് പുതിയ ടോപ്പിക്സ് ഒന്നുമില്ല, സുപരിചിതമാണ്. ഓൾസോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ BSc ഫിസിക്സ് ഒക്കെയാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി ഫിസിക്സ് അറിയാമെന്നുള്ള കുട്ടികൾ തന്നെ ആയിരിക്കും നിങ്ങൾ. അപ്പോൾ ഈ 30 മാർക്ക് ഒരു കാരണവശാലും നിങ്ങൾ വിടരുത്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഇക്വേഷൻസും തിയറിയും എല്ലാം ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ ഡീപ്പായിട്ട് പഠിക്കാം. പിന്നെ വരുന്നത് കെമിസ്ട്രിയാണ്. അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, രണ്ടാമത് സോളിഡ് സ്റ്റേറ്റ് വരുന്നുണ്ട്. പിന്നെ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, സാധാരണ നമുക്ക് +2 ലെവലിലൊക്കെ കിട്ടുന്ന കെമിസ്ട്രിയാണ്. അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അതൊക്കെ കുറച്ച് നമ്മുടെ ഡിഗ്രി ലെവലിലോട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഈ ക്രോമറ്റോഗ്രഫി ഒന്നും എനിക്കങ്ങനെ കറക്റ്റായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, 12th ഉണ്ടായിരുന്നതായിട്ട്. പോളിമേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അത്രയും തന്നെ മതിയാവും. പിന്നെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്,
ഫ്യൂവൽ പ്രൊപ്പലൻ്റ് എക്സ്പ്ലോസീവ് നാനോ മെറ്റീരിയൽ സ്പെക്ട്രോസ്കോപ്പി. ഇതും അത്യാവശ്യം ഈസിയർ ടോപ്പിക്കുകളാണ്. എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി ഇത്രയാകുമ്പോൾ ഐ തിങ്ക് കെമിസ്ട്രി ചെയ്യുന്നു. കെമിസ്ട്രിക്കും നമുക്ക് ഏകദേശം ഒരു 30 മാർക്സ്. അപ്പം ഫിസിക്സും കെമിസ്ട്രിയും മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ നമ്മൾ 60 മാർക്സിനോടെ പഠിച്ചു കഴിയും. പ്ലസ് ഇലക്ട്രോണിക്സ് സിമ്പിൾ ടോപ്പിക്സ് നിങ്ങൾ ആദ്യമേ എലിമിനേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ മാത്സിന് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു പോർഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ 20 മാർക്കാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് അവർ മെൻ്റൽ എബിലിറ്റി റീസണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് യൂണിറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തും ഐ തിങ്ക് ഒരു 10 യൂണിറ്റ്സ് ആണ് വരുന്നത്. 10 യൂണിറ്റ് ഉണ്ട്. ഓരോന്നിൽ നിന്നും 2 ചോദ്യങ്ങൾ വരാം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ആലോചിച്ച് കോഡിംഗ്, ഡീകോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, നമ്പർ സീരീസ് ഇതൊക്കെ ലോജിക്കലായിട്ടാണ്. ഇതൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ സമയം എടുത്താൽ ഇതിന് 2 മാർക്കായിരിക്കും കിട്ടുന്നത്. സോ ഐ വുഡ് സജസ്റ്റ് ഫസ്റ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു റീജിയൻ ഇതാണ്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. നമുക്ക് ഈ ടോപ്പിക്ക് പഠിക്കാതെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നത് വരും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്പേഴ്സ്, സിംപ്ലിഫിക്കേഷൻ, പെർസെൻറ്റേജ്, ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, വർക്ക് ടൈം, ഡിസ്റ്റൻസ് ഇതെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം പഠിക്കുന്ന നേരം നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്സിൽ ഫോക്കസ് ചെയ്യാം. അതായത് മെൻസുറേഷൻ പഠിച്ചാൽ തന്നെ ഇതിനകത്ത് ഏരിയ ഓഫ് സർക്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പിന്നെ വോളിയമോ വരുന്നുണ്ട്, സ്ഫിയർ, ക്യൂബ്, സിലിണ്ടർ, കോൺ, പാരലലോപൈപ്പ്. ഇത്രയും പഠിച്ച് 2 മാർക്കാണ്. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ്ലി യൂണിറ്റ് 1ഉം 2ഉം നോക്കുന്നതിനേക്കാളും 3 പഠിക്കണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒബ്വിയസ്ലി +2 പഠിക്കുന്നതാണ്. ഇതെല്ലാം ഒന്ന് നോക്കി വയ്ക്കാൻ പറ്റുന്നതാണ്. അടുത്ത് വരുന്നത് മെട്രിക്സും ഡിറ്റർമിനൻസും, എഗെയിൻ എ സിമ്പിൾ ടോപ്പിക്. പിന്നെ ലീനിയർ ഇക്വേഷൻസ് ഇതൊക്കെ നമ്മൾ +2 ലെവലിലും പഠിക്കുന്നതുകൊണ്ട് നമുക്കിതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വീക്കാണെങ്കിലും പ്രാക്ടീസിലൂടെ കിട്ടും. അടുത്ത പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻസ്, പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ ഇതൊക്കെ സിമ്പിളായിട്ടുള്ളതൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇൻറ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇത്രയാണ് നമുക്ക് മാത്സിൽ. അപ്പോൾ മാത്സിൽ 20 മാർക്സ്, 60 കെമിസ്ട്രി, 60 ഫിസിക്സ്. നിങ്ങൾ ആദ്യം ഇത്രയും തീർക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ലൈക്ക് ഐ വുഡ് സജസ്റ്റ്, ഇപ്പം എൻ്റെ ഒരു ഐഡിയോളജി വെച്ചിട്ട് ഹൗ വുഡ് ഐ പ്രിപ്പയർ. ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് എത്ര ടൈം ഉണ്ട്? നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 5-നാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് ജൂലൈയിലൊരു 30 ദിവസം, ഓഗസ്റ്റിലൊരു 30 ദിവസം, 31 വെച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു 62 അല്ലെങ്കിൽ 60 തന്നെ എടുക്കാം. ഈ 60ൽ ഒരു റഫ്ലി നമുക്കൊരു 50 എടുക്കാം. നമുക്ക് ആവശ്യങ്ങളുള്ള ദിവസങ്ങളുണ്ട്, നമുക്ക് ചിലപ്പോൾ സിക്കാവാൻ ചാൻസുകളുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു 50 ദിവസം കൂട്ടിയാൽ മതി. അതായത് 45 to 50 ഡേയ്സ്. ഇത്രയും ദിവസത്തിനുള്ളിലാണ് നമുക്കിത് പഠിക്കേണ്ടത്. അപ്പോൾ മെയിനായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്സ് പഠിക്കണം. ഫിസിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ 30 മാർക്കിനുള്ള പ്രിപ്പറേഷൻ അവിടെയായി. പിന്നെ വി ഹാവ് കെമിസ്ട്രി, അവിടെ വീണ്ടും 30 മാർക്കിൻ്റെതായി. പിന്നെ ഉള്ളത് മാത്സ് ആണ്. അവിടെ എത്രയായി? 20 മാർക്സ്. 30 and 20 ഇപ്പോൾ ടോട്ടൽ എത്രയായിട്ടുണ്ട്? നമുക്ക് 80 മാർക്സ് ആയിട്ടുണ്ട്. ഓക്കെ, അതിൽ ഇനിയുള്ളൊരു 10 മാർക്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറാണ്. അതിൻ്റെ സിലബസ് നിങ്ങൾ കണ്ടു, കുറച്ച് എക്സ്റ്റെൻസീവാണ്. ഞാനത് സ്കിപ്പ് ചെയ്യും. അടുത്ത് 10 മാർക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആണ്. അത് ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യൂല. ബിക്കോസ് അതാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത്. കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ നമ്മുടെ ജനറൽ നോളജ് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യനൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷേ നിങ്ങൾ ഒട്ടും വിടാതെ ഈ 90 മാർക്സിന് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം എന്നാണ് ഞാൻ പറയുക. ഓക്കെ, ഇത് എൻ്റെ ഒരു സജഷനാണ്. നിങ്ങളുടെയൊക്കെ കംഫർട്ട് ഏരിയാസ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാം. ഞാൻ മുന്നത്തെ 2 എക്സാംസ്, ടെക്നിക്കൽ 2 എക്സാമുകൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്ത ഒരാളാണ്. ഇതോ എനിക്ക് അത്ര മാർക്ക് കിട്ടിയില്ല, ഒരു അപ്പോയിൻമെൻറ്റ് വരെയുള്ളൊരു രീതിയിൽ എത്തിയില്ലെങ്കിൽ പോലും എനിക്കിപ്പോൾ അറിയാം ഒരു ടെക്നിക്കൽ എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. ഒരു 100% സിലബസ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. ഇപ്പോൾ മുന്നേ കുറേ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും, ഇനി പഠിക്കുന്നവരുണ്ടാവും, അതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് വേണ്ടത് ഒറ്റ വേക്കൻസി, ഒറ്റ സീറ്റ്, ഒറ്റ റാങ്ക്, അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുക എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ 100% സിലബസിന് നിങ്ങൾക്ക് 45 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഫുൾ ടൈം ഇരുന്നാൽ ചിലപ്പം പറ്റുമായിരിക്കും. പക്ഷെ അത്രയും ഞാൻ സ്ട്രെസ് ചെയ്യാൻ പറയുന്നില്ല. ബട്ട് യു ഫോക്കസ് ഓൺ നമ്മുടെ 90%, അതായത് 90 മാർക്സിന് ആദ്യം ഫോക്കസ് ചെയ്യും. ഇതും കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല സൂപ്പറായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. നിങ്ങൾക്ക് 90 വരില്ല കേട്ടോ, 86 ആണ് വരുന്നത്. കാരണം നമ്മൾ മാത്സിൽ 4 മാർക്കിൻ്റെ നമ്മൾ വിട്ടിട്ടുണ്ട്. ബാക്കി ഈ 86 ഫോക്കസ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ടെക്നിക്കൽ എക്സാംസിന് ഇപ്പോൾ കോമ്പറ്റീഷൻ വളരെയധികം കൂടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ ലിമിറ്റഡ് ഡേയ്സിൽ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനാണ്, എളുപ്പം പഠിക്കാനും. അപ്പോൾ ആദ്യമേ ദയവ് ചെയ്ത് കമ്പ്യൂട്ടറൊന്നും എടുത്ത് വെച്ച് പഠിക്കരുത്. ഇലക്ട്രോണിക്സ് വേണമെങ്കിൽ നോക്കി തുടങ്ങാം. കാരണം ഇലക്ട്രോണിക്സിൽ നമുക്ക് 10 മാർക്ക് കുറച്ച് ഈസിയാണ് സ്കോർ ചെയ്യാൻ. ഓക്കെ, ആ 10 മാർക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സബ്ജക്ട്സ് പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 10 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ആദ്യം ഈ ഏറ്റവും എളുപ്പമുള്ളത് ഇതാണ്,
വൃത്തിക്ക് അവർ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ബ്രിഡ്ജസാണ് പഠിക്കേണ്ടത്, ആ ബ്രിഡ്ജസ് മാത്രം പഠിക്കുക. പിന്നെ ഇവിടെ ആണെങ്കിൽ കാഥോഡ് റേ, ഓസിലോസ്കോപ്പ്, ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 5 മാർക്കായി. അടുത്ത് ബാക്കിയുള്ളത് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ട് ഏതാണ്? ഫിസിക്സ് ഇഷ്ടമുള്ളവരുണ്ടാവും, മാത്സ് ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുക. സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഐ വുഡ് സജസ്റ്റ് കമ്പ്യൂട്ടർ നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. ഓക്കെ, കമ്പ്യൂട്ടർ സ്കിപ്പ് ചെയ്യുക. ഈ ബാക്കിയുള്ള 90% മാർക്കിനുള്ള നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ഫോക്കസ് ചെയ്താൽ മതി. കാരണം ഇത് ചിലപ്പോൾ നമ്മളെ ഒന്ന് പിന്നിലോട്ട് വെറുതെ കുറേ സമയം വേസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഈസി സ്കോറിങ് ഏരിയാസ് ആയിട്ടുള്ളത് ഒന്ന് നോക്കുക. എന്നിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് വേണം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ആൻഡ് ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു ഓൾ. അപ്പം തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സിലബസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു മാർക്കിൻ്റെ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ഒരു ചെറിയൊരു സ്ട്രാറ്റജിയും പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇനി നിങ്ങളുടെ കയ്യിലാണ്. എല്ലാം മാക്സിമം നന്നായിട്ട് പഠിക്കാൻ നോക്കുക ആൻഡ് സ്കോർ വെൽ. വേഗം തന്നെ എല്ലാവർക്കും അപ്പോയിൻമെൻറ്റ് കിട്ടട്ടെ, ഒരു ഗവൺമെൻറ് സർവീസിൽ കയറാനായിട്ട് പറ്റട്ടെ. സോ ഓൾ ദി ബെസ്റ്റ്.